നിങ്ങൾ ഇതുവരെയും ബ്ലെസ്സിങ് ടൈം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഉറപ്പുവരുത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കതൊരു അനുഗ്രഹമായി നിങ്ങൾക്ക് കാണുവാനും ആത്മീയ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുക്കുവാനും ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ചിലത് കാണണം. മടങ്ങി വരുന്നത്, ശത്രു അപഹരിച്ചു കളഞ്ഞത് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതൊന്ന് കാണണം. അത് ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ നമുക്കതൊന്ന് കാണുവാൻ കഴിയണം. ആത്മമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല അതൊന്നും. കാര്യം നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവരെ നമുക്ക് കാണാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ആത്മമണ്ഡലത്തിൽ നമുക്കത് ചിലത് കാണാൻ കഴിയണം. ശത്രു അപഹരിച്ചു വെച്ചതെല്ലാം മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള വിഷയങ്ങളാണ് ഇന്ന് പകൽ ചിന്തിക്കുന്നത്. ഇതൊരു വലിയ ഡെലിവറൻസ് ആണ്, എനിക്ക് ഉറപ്പുണ്ട്. 2 വാക്യങ്ങളാണ് അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ശ്രദ്ധിക്കാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 8-ാമത്തെ വാക്യവും 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 2 വാക്യങ്ങൾ ദയവായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് ശമൂവേൽ 30-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഒന്ന് ശമൂവേൽ 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഓക്കേ. പത്തൊൻപതാമത്തെ വാക്യം. ദാവീദെല്ലാം മടക്കി കൊണ്ടുവന്നു. എന്തൊക്കെ ശത്രു അപഹരിച്ചു അതെല്ലാം ദാവീദ്, എല്ലാരും പറഞ്ഞേ, എല്ലാം മടക്കി കൊണ്ടുവരാൻ കഴിയും. എല്ലാത്തെയും മടക്കി കൊണ്ടുവരാൻ ഇന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറയണം. എന്റെ നഷ്ടമായി പോയതെല്ലാം മടക്കി കൊണ്ടുവരാൻ എനിക്ക് സാധ്യമാണ്. അത് മടങ്ങി വരുവാനിടയാകും. അത് മടക്കി കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. നോക്കിയാട്ട് ഇവിടെ ദാവീദ് യഹോവയോട് ചോദിക്കുകയാണ്. അമാലേക്യർ എന്ന് പറയുന്നൊരു ജനം, ദാവീദിന്റെ ഭാര്യമാര്, പുത്രന്മാര്, പണം, ഇങ്ങനെ കുറെ കാര്യങ്ങളെയൊക്കെ അവർ അപഹരിച്ചു കൊണ്ടുപോയിട്ട് ദേശം ചുട്ടരിച്ചു. വളരെയധികം കണ്ണുനീരോടെ ആവലോടെ താനില്ലാത്ത സമയത്ത് ശത്രു ചെയ്ത പ്രവൃത്തിയെ കണ്ട് വിഷമിച്ച ദാവീദിന് ജനമെല്ലാം കല്ലെറിയാൻ നിൽക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. എന്തുവാ ചോദിച്ചതെന്നാണ് നാം 8-ാം വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? അവരെ എത്തിപ്പിടിക്കാമോ? ദൈവത്തോട് ചോദിക്കുകയാണ്. ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയി, ആൾബലം കൊണ്ടും ഒക്കെ വളരെ ശത്രു വലിയ പവറാണ്. പക്ഷേ എനിക്ക് അവരെ എത്തിപ്പിടിക്കാമോ? ദൈവത്തോട് ചോദിക്കുകയാണ്.
ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായ, ശത്രു അപഹരിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങളെ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കാൻ പറ്റുമോ? പിതാവേ, എനിക്കത് മടക്കി കൊണ്ടുവരാൻ കഴിയുമോ? എനിക്കത് മടക്കിയെടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം ദാവീദിനോട് പറയുകയാണ്, പിന്തുടരുക. മിണ്ടാതിരുന്നോ എന്നല്ല, നീ സഹിച്ചോണമെന്നല്ല, നഷ്ടമായത് നിന്റെ ജീവിതത്തിൽ ഉള്ളതാണെന്നല്ല. ദൈവം ദാവീദിനോട് പറഞ്ഞു, പിന്തുടരുക. ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രവചിക്കുന്നു, പിന്തുടരാൻ തയ്യാറാണെങ്കിൽ, ശത്രു അപഹരിച്ചത് എന്റെ വിധിയാണെന്ന് കരുതിയിരിക്കാതെ പിന്തുടരാൻ തയ്യാറാകുന്നവര് ചിലത് മടക്കിയെടുക്കാൻ ഈ ദിവസങ്ങളിൽ ഇടയാകും.